ചേട്ടന് വലിയ മാറ്റം വന്നിട്ടില്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ഇപ്പോഴും അതേപോലെ ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നുണ്ട്. 19 വയസ്സാണെങ്കിലും ഇപ്പോഴും മറ്റേ 10-28 വയസ്സ് പറയുന്നുള്ളൂ അല്ലേ? എല്ലാവരും ചോദിക്കാറില്ലേ കണ്ടിട്ട് ചേട്ടന് പ്രായമൊന്നുമില്ലല്ലോ പഴയ പോലെ നിൽക്കുന്ന. നമുക്ക് 10-30 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. നമുക്ക് ആ പ്രായത്തിനനുസരിച്ചുള്ള അങ്ങനെ പോകുന്ന നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിയും ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടാകുമ്പോൾ നമ്മൾ നിൽക്കും. ചെയ്തതൊക്കെ ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് സീരിയലും കൂടെ ആയതുകൊണ്ട് ഈ അമ്മമാരൊക്കെ കാണുന്ന സമയത്ത് ചേട്ടനെ വെച്ചാലൊക്കെ കാണണമല്ലോ, 1-2 ഇടിയെങ്കിലും കിട്ടി കാണണമല്ലോ പുറത്തിറങ്ങുമ്പോൾ. ഈ മിക്കവാറും പറയും നിന്നെ അടിച്ച് കൊല്ലാൻ തോന്നുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഒരു സ്നേഹത്തോടെ. എനിക്കൊന്ന് നമ്മൾ ഈ കുറേ റിയാലിറ്റി ഷോസും ഇതേപോലെ ഇന്റർവ്യൂസും ഒക്കെ കണ്ടിട്ടേ നമ്മൾ അങ്ങനെയല്ല എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നു. അതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇന്നലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പയ്യന്നൂരുള്ള എനിക്ക് വീഡിയോ അയച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വല്യമ്മയും ഒക്കെ ഇരുന്ന് കാണുന്നു, എൻ്റെ സീരിയൽ കണ്ടോണ്ടിരിക്കുന്നു. അപ്പോൾ സൈക്കോ. അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം. അപ്പം അവനുണ്ടല്ലോ അവളെ ഇപ്പം കുറച്ച് നന്നായിട്ടുണ്ട്, അവനെ നന്നാക്കി എടുത്തിട്ടുണ്ട്, ഇപ്പം വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ വൃത്തികെട്ടവനാണ് അവൻ എന്ന് പറഞ്ഞിട്ട് ഇവര് പറയുന്നത് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു. അപ്പൊ ഇങ്ങനെ ചില എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പണ്ട് ഓട്ടോഗ്രാഫ് നമ്മളൊരു ഫാനാണ്. ഫാൻ മീൻസ് നമ്മളൊരു അനിയനെ പോലത്തെ ഒരു പയ്യനാണ്, അനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട്, പെർള എന്ന സ്ഥലം. അപ്പം ഇവന്റെ ഉമ്മയുണ്ട്. ഇവൻ്റെ ഉമ്മ പറഞ്ഞാൽ ഇവനത്തെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇവൻ എല്ലാ വർഷവും ഒരു 10 ദിവസം തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ പറയാം ഓരോരുത്തരെ പ്രാന്തേ ഇഷ്ടം കൊണ്ടാട്ടോ. അപ്പോൾ ഓട്ടോഗ്രാഫ് മുതൽ എൻ്റെ രഞ്ജിത്തിൻ്റെ എല്ലാവരും അതാണ് അവൻ്റെ മെയിൻ എന്ന് വെച്ചാൽ അവൻ്റെ ലൈഫിൽ അവന് ഭയങ്കര ടേണിങ്. അവൻ കുറേയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടത് ആ സീരിയലിൽ നിന്നാണ്. അവനാണ് ഭയങ്കര ഇഷ്ടം, നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടം. അവന് 10 ദിവസത്തേക്ക് വരും, ട്രിവാൻഡ്രത്ത് വരും. വന്നിട്ട് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗൗരി വന്ദനം അല്ലെങ്കിൽ നമ്മുടെ JP റെസിഡൻസി അല്ലെങ്കിൽ നമ്മുടെ അരോമ ക്ലാസ് ഇങ്ങനെ ഏതെങ്കിലും ഹോട്ടലിൽ അവന് റൂം എടുക്കും. ആർട്ടിസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടൽസാണ് ഇതൊക്കെ. ഇവൻ റൂം എടുത്തിട്ട് എല്ലാവരും രാവിലെ പോകില്ലേ, 6 മണിക്കാകുമ്പോൾ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരില്ലേ. ഈ 5:30 ആകുമ്പോഴേക്കും ഇവൻ കുളിച്ച് താഴെ വന്ന് റെഡി ആയിരുന്നു. രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എല്ലാവരും വരുമ്പോൾ സെൽഫി. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിനോ സെൽഫി എടുക്കും. എന്നിട്ട് ഒരു വർഷത്തേക്കുള്ള സെൽഫി എടുത്തിട്ട് അവൻ പോകും ഡെയിലി പോസ്റ്റ് ചെയ്യും. സെൽഫി എടുക്കാൻ വേണ്ടി വേറെ ഒരു അവൻ വരുമ്പോ എന്താണെന്നറിയോ, ഇവന്റെ ഉമ്മയുണ്ട്. എന്നൊക്കെ വലിയ കാര്യം. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 വട്ടം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കാസർഗോഡ് ഒന്ന്, പിന്നെ ഇവിടെയൊക്കെ പോകുമ്പോൾ മൂകാംബിയൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അവിടെ കയറിയിട്ടൊക്കെ അവര് ഇത് വരുമ്പോ എന്താ പറയാ, ഇവന്റെ ആ ഉമ്മയുണ്ടല്ലോ ചെറിയ ഉണ്ട, അവരുടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് കുറേ. പിന്നെ ഇവന്റെ ആരൊക്കെയോ ഗൾഫിലൊക്കെയാ. അപ്പം കുറെ സ്പ്രേ, പിന്നെ അണ്ടിപ്പരിപ്പ്, ഇത് കുറച്ച് പൊതികളായിട്ട് കൊണ്ടുവരും. എന്താ അറിയോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച്, രഞ്ജിത്തിന് കുറച്ച്, മഹേഷിന് കുറച്ച്, സാജേട്ടന്, ഇങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് അവൻ്റെ ഒരു സന്തോഷം. അവന് ഇപ്പൊ നമുക്ക് സാധാരണ നമ്മളെടുക്കുക ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ പരിചയപ്പെടുന്ന കുട്ടികളൊക്കെ ചിലപ്പം ചോദിക്കും ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇന്റൻഷൻസ് ഉണ്ടാവും അവർക്ക്. ഇവരൊന്നും അങ്ങനത്തെ ഒരു ഇന്റൻഷനും ഇല്ലാത്തൊരു പയ്യൻ. പറയാ ഓരോ ക്യാരക്ടർ. അനീസ് എന്റെ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കണ്ടോളൂ, എന്നിട്ട് സ്പ്രേയും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഞാൻ പറയട്ടെ, ഈ ഒരു പീസ് അനീസിന്റെ അല്ല, ഈ ഒരു പീസ് അവൻ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാ. പക്ഷെ ഉമ്മ അതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ ഇതെടുക്കുന്നത് ക്യാരക്ടർ. ഞാൻ പറഞ്ഞാൽ നമ്മൾ എത്ര ഇതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലർക്ക് ഞാൻ മറ്റേ ഇതിൽ കല്യാണം കഴിക്കുന്നത് ഇവൻ്റെ ഉമ്മ അവനെന്താണ് ഭരതനെ വിട്ടാ, അവനവളെ കിട്ടിയെന്താന്ന് ഉമ്മ അത് സീരിയൽ എന്തെന്നാ പരിപാടി അത്, അവനവളെ വിട്ടാ, അവനെ കാണിട്ട് ഞാൻ വിളിക്കട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആൾക്കാർ. ഭയങ്കര രസമാണ് അവരുടെയൊക്കെ ഇത് എന്ന് പറഞ്ഞത്. അപ്പൊ അവരൊക്കെ എടുക്കുന്നത് അങ്ങനെയായിരിക്കും. മീൻസ് ആ ക്യാരക്ടറായിട്ടുള്ള അതായിട്ട് എടുക്കും. ഇന്ന് സീരിയൽ അത് ഇവനിങ്ങനെയാണെന്ന് വിചാരിക്കും, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതുപോലുള്ള നമ്മളെ ഇന്റർവ്യൂസും ഇതൊക്കെയാണ് നമ്മുടെ ഇമേജുകൾ മാറ്റിമറിക്കുന്നത്. ചേട്ടാ, ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രശ്നം നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയുന്നത് അന്ന് കൊറോണ സമയത്താണ്. അന്നാണ് ഞങ്ങളൊക്കെ അറിയുന്നത്, അതായത് നിങ്ങൾക്ക് ഡെയിലി വേജസാ, അതായത്
ഒരു ദിവസത്തിനാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അന്ന് അറിയുന്നത്. ചേട്ടനാണ് മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചത് ആ സമയത്ത് അല്ലേ? അതെ. എന്നുവെച്ചാൽ നമ്മൾ ഈ സീരിയലുകാരുടെ പുറമെ കാണുന്നവർക്ക് വിചാരിക്കും അവൻ സെലിബ്രിറ്റി. സിനിമയിൽ മേ ബി എനിക്ക് വന്ന് നല്ല പോസ്റ്റ് ലൈഫായി എല്ലാവർക്കും ഇല്ല. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് മാസത്തിൽ ഒരു 2 or 3 സീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് വരും. അപ്പോൾ ഈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പേയ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം എന്നെ പോലത്തെ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം 10 ദിവസം 12 ദിവസം ഒന്നും കിട്ടിയെന്ന് വരില്ല. എനിക്കൊക്കെ ചിലപ്പോൾ 2 ദിവസമായിരിക്കും, ചിലപ്പോൾ 4 ദിവസമായിരിക്കും, ചിലപ്പോൾ 5 ദിവസം, ഒക്കെ 6 ദിവസം ഒക്കെ അത്രയൊക്കെ ഉണ്ടാവും നമ്മളെ ക്യാരക്ടറിൻ്റെ. ഒന്ന് വില്ലനല്ലേ, അപ്പം മെയിനായിട്ടുള്ള പോർഷൻ അപ്പുറം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ദിവസം കിട്ടും. അപ്പം 2 or 3 സീരിയൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു മാസത്തേക്കുള്ള വരുമാനം നമുക്ക് എവിടെ കിട്ടും. എന്ന് വെച്ചാൽ ഇതിലൊരു 5-6 ദിവസം, മറ്റേലൊരു 5-6 ദിവസം, അങ്ങനെ മിനിമം ഒരു 10, 15, 20 ദിവസമെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. ഇത് നമുക്ക് എന്താ പറയുക, പോസ്റ്റ് ലൈഫ് എന്നല്ല നമ്മൾ പറയുന്നത്. ഇച്ചിരിയും കൂടി ഇപ്പം ഞാനിവിടെ ഇങ്ങനെ നിന്റെ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ വരുന്നു, ഞാൻ ഒരു കയ്യിൽ മുണ്ട് കൊടുത്തു, ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന ഡ്രസ്സ് ശരിയാവുമോ പോലെ, ഞാൻ നല്ല ഡ്രസ്സ് വാങ്ങണ്ടേ, നല്ല ഡ്രസ്സ് ഇടണ്ടേ, അതിൽ ചിലവില്ലേ. പിന്നെ സീരിയലില് ഡ്രസ്സ് നമ്മൾ അറിയുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന പേയ്മെന്റിൽ നിന്നാണ് നമ്മൾ ഈ കോസ്റ്റ്യൂം എടുക്കുന്നത്. ആണുങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല. സ്ത്രീകള്, പെൺകുട്ടികള്, അല്ലെങ്കിൽ നടി മീൻസ് നമ്മുടെ ആർട്ടിസ്റ്റുകള്, അവര് സാരി, ബ്ലൗസ്, അതിനനുസരിച്ചുള്ള മാല, ചേച്ചിയിലൊക്കെ വീട്ടില് ഒരു അലമാര നിറച്ച സാരിയാണ്. എന്താ അറിയോ, ഇതങ്ങനെ ഇടണം. ഇട്ടില്ലെങ്കിൽ ഓഡിയൻസ് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ അവരുടെ സാരി കാണാൻ വേണ്ടി ഇരിക്കുന്നവരുന്നേ. അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് ഒരു ജീൻസ് എടുത്ത് അന്ന് പോയി കഴിഞ്ഞാൽ ആ ജീൻസ് വെച്ചിട്ട് പിന്നെ മൊത്തം ഷർട്ട് മാറ്റി ഇടുക. ഒരു ദിവസം 10, 15, 20, 26 സീനൊക്കെ എടുക്കും. നേരത്തെ എടുക്കും. മിന്നാന്ന് ഞാൻ കഴിഞ്ഞിട്ട് വന്നു 10, 15 സീന്. രാവിലെ 15 ഡ്രസ്സ് വേണം അല്ലേ? വേണം. ചിലത് കണ്ടിന്യൂറ്റി വരും. അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. പക്ഷെ അല്ലാത്തത് ഒരു സീനിലാണ് നടന്നത്. ഇത് പിന്നെ നമുക്ക് അടുത്ത സീനിൽ ഇടാൻ പറ്റില്ല. കുറെ കഴിഞ്ഞിട്ട് ഒരു 10, 200 സീന് കഴിഞ്ഞിട്ടുള്ള നമുക്ക് പിന്നെ ഇത് റിപ്പീറ്റ് ഇടാൻ പറ്റും. അപ്പൊ എത്ര ഡ്രസ്സ് വേണം നല്ല ചോദിക്കേ. അപ്പം ഇതൊന്നും നമുക്ക് ബ്രാൻഡഡ് എടുത്താലൊന്നും മുതലാവില്ല. ബ്രാൻഡഡ് എടുത്ത് 10,000-2,000 രൂപേന്റെ ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ മുതലാവും. ഇതിന് ചില പിന്നെ സ്ഥലങ്ങളുണ്ട് ചെറിയ വിലക്ക് ഷർട്ട് ഇടുന്നത്, 200 രൂപ 300 രൂപക്കൊക്കെ ഷർട്ട് ഇടും. ആർക്ക് ഈ ബ്രാൻഡ് അറിയാൻ പോകുന്നത്? പക്ഷെ ചില ക്യാരക്ടറെ പുറത്തവരൊക്കെ എടുക്കും കേട്ടോ. സോറി, ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നല്ല അതെ ബോസൊക്കെ ആകുമ്പോൾ കോട്ട് വേണം. ബോസ് ആയ സമയത്ത് പ്രശ്നം അറിയോ, എനിക്ക് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അവിടെ കോളേജിൽ, ഹീര കോളേജിൽ ഇത് വേണം, ഓഫീസ് റൂം 15,000 രൂപ അവിടെ വാടക, എനിക്ക് കോട്ട്, ഇതൊക്കെ കോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡോക്ടർ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കോട്ട് വാടക എടുക്കണം, എൻ്റെ കാരവാൻ വേണം, അല്ലെങ്കിൽ വലിയ ഫോർച്യൂണർ അല്ലെങ്കിൽ ബെൻസ് അങ്ങനത്തെ വണ്ടികൾ വേണം. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഇവരെന്ത് ചെയ്യും, എൻ്റെ സീൻസ് മൊത്തം എടുത്ത് തീർക്കും. അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഞാൻ ജോയ്സ് സാറോടൊക്കെ പറഞ്ഞ് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നിങ്ങൾ അങ്ങനെ പോയിട്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. അവസാനം എൻ്റെ ഗുണ്ടക്ക് 14 ദിവസത്തെ വർക്കും എനിക്ക് 1 ദിവസം. ഞാൻ ജോയ്സ് സാറോട് ചോദിച്ചു, പറഞ്ഞു ഞാൻ സാറേ എനിക്ക് ഗുണ്ടയാക്കി തരാം പറഞ്ഞ്. ആന്നേ ചേട്ടാ, ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമുക്ക് 2 വാക്ക് ചേട്ടനെ പറ്റി ആരോട് ചോദിക്കാൻ പറഞ്ഞാൽ ചേട്ടൻ ആരുടെ പേര് പറയും? ഇപ്പൊ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള, ഏത് പച്ചപ്പാതിരാത്രിക്ക് വിളിച്ച് 2 തെറി പറയാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ ആരുടെ പേര് പറയും? മനീഷിനെ വിളിക്കാം. പിന്നെ നമ്മള് ഇപ്പൊ അടുത്ത അൻസാജ് ഡയറക്ടറാണ്. മരതകം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിപിൻ ഒരു പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നു. മരതകം അതിന്റെ ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ഇവര് ടീംസൊക്കെ ഇവിടെ വാഴക്കാലയാണ് താമസിക്കുന്നത്, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മൾ വൈകുന്നേരം അവിടെ പോയി കഥ പറച്ചിലും ഇതൊക്കെ ആയിട്ട് സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്.